ശ്രീമതി ജസീറ, ഇവിടെ അബ്ദുള്ള കുട്ടി പറഞ്ഞത് കേട്ടല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾ വെറുതെ സൃഷ്ടിച്ചെടുക്കുകയാണ്, കാര്യങ്ങൾ അറിയാതെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നൊരു ധ്വനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. കാരണം എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഏറെക്കുറെ ആ നടപടികൾ ചെയ്തു കഴിഞ്ഞു. കണ്ണൂരിൽ സംഭവിച്ചത് അതാണ്. മാടായിക്കടപ്പുറത്തെ സമരത്തിന് ഭാഗമായി 8 പോസ്റ്റ് സ്ഥാപിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം പിന്നെയും തെരുവിലിറങ്ങി കുട്ടികളുമായി നടത്തുന്ന സമരത്തെ ആണ് അബ്ദുള്ള കുട്ടി വിമർശിച്ചത്. എന്താണ് അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോൾ നൽകാവുന്ന മറുപടി? കണ്ണൂർ കളക്ടറേറ്റിലോ അതല്ലെങ്കിൽ വേറെ എവിടെയും തിരുവനന്തപുരത്ത് ഇരുന്നപ്പോഴോ ഞാനൊരു ബീച്ച് റോഡിൽ എൻ്റെ വീട്ടിന് മുമ്പിൽ 1 കിലോമീറ്റർ സംരക്ഷിക്കാനോ എൻ്റെ വീട് സംരക്ഷിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു സ്ത്രീ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു പർദ്ദയിട്ട സ്ത്രീ ഇത്ര വലിയൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറച്ചുകൊണ്ട് ജസീറ സമരം ചെയ്തത് അവളുടെ വീട്ടിന് വേണ്ടിയിട്ട്, അവളുടെ വീടോട് ചേർന്ന് ആ 1 കിലോമീറ്റർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, ജസീറ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കേണ്ടവളാണ്. എത്രയോ ഒറ്റപ്പെട്ട സമരങ്ങൾ ആണുങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് അവരോട് പോയിട്ട് നിരാഹാര സമരം നടത്തുന്നവരോട് എന്തുകൊണ്ട് ചോദിച്ചില്ല, നിങ്ങൾ ഇങ്ങനെ നിരാഹാരം കിടന്ന് മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ വിധവയാകൂലേ എന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? ഒരു സ്ത്രീ സമരം ചെയ്യണമെങ്കിൽ അവളുടെ മക്കള് പ്രായപൂർത്തിയായി അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞതിന് ശേഷം സമരത്തിന് വരണമെന്നാണ് ഈ പറയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ എന്താണ് ഇതിനൊക്കെ മറുപടി പറഞ്ഞത്? ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ 1 കിലോമീറ്റർ അവളുടെ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ആ 1 കിലോമീറ്റർ സംരക്ഷിച്ച് എൻ്റെ ഇത്രയും വലിയൊരു സമരത്തെ, ഞാൻ പറയുന്ന ഇത്രയും വലിയൊരു കാര്യത്തെ ലഘൂകരിച്ച് കാണുന്നതിൻ്റെ ഏറ്റവും ഇത് ഒരു ഫർദ്ദയിട്ട പെണ്ണാണെന്നുള്ള ഒരു അവഗണന മാത്രമാണ് ഇതിനകത്ത്. ജസീറ, തിരികെ എത്താം. ശ്രീജ, ജസീറയുടെ കഥയ്ക്ക് സമാനമാണ് ഡാളിയ മൂമ്മയുടെ കഥ നെയ്യാറ്റിൻകരയിലെ. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾ ഉന്നയിക്കുന്നത് അവരുടെ വൈയക്തികമായ ചില പ്രശ്നങ്ങൾ മാത്രമല്ല, അനവധി രാഷ്ട്രീയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി അവരുടെ ഒറ്റയാൾ സമരങ്ങളിലൂടെ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം UDF മന്ത്രിസഭയിൽ നിന്ന് വളരെ അസഹിഷ്ണുതാപരമായ ചില പരാമർശങ്ങളെങ്കിലും ഇത്തരം സമരങ്ങളോട് ഉണ്ടാവുന്നത്? ആർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്? ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ LDF ഭരിച്ചു, അതിനുശേഷം UDF വന്നു. ഇതിലൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞത് കൊള്ള സംഘങ്ങളെ പോറ്റി വളർത്തുന്ന, മാഫിയ സംഘങ്ങളെ പോറ്റി വളർത്തുന്ന സർക്കാരുകളെയാണ് നമ്മൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കഞ്ഞികൂടി മുട്ടുന്ന ഒരു കാര്യത്തിനും ഇവർ തയ്യാറല്ല. നേരത്തെ ഇവിടെ CR സൂചിപ്പിച്ചതുപോലെ അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരും സമരം ചെയ്യാൻ പാടില്ല. ഇത്തരം സമരം ചെയ്യുന്നവരെ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്ത് കളയുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചത്, ഞങ്ങൾ ചെയ്തില്ലേ, കളക്ടറേറ്റിൽ അവിടെ പരിഹാരം ഉണ്ടാക്കിയില്ല. എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത്? മാടായി പഞ്ചായത്തിൽ ഒരു 8 പോസ്റ്റ് ഇട്ടതാണോ പരിഹാരം? ഒരിക്കലുമല്ല. കേരളത്തിലെ മുഴുവൻ ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നടക്കുന്ന ഭീകരമായ കരിമണൽ ഖനനം, എന്തിന് ഇന്ന് രാവിലെ വളരെ വളരെ വികാരാവേശത്തോടുകൂടെ സംസാരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി അടൂർ പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ് പറയുന്നത്? കലഞ്ഞൂര്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കലഞ്ഞൂര് 80ലധികം കോറികൾ ഉള്ള ഒരു പ്രദേശത്ത് കുട്ടികൾക്ക് അംഗൻവാടികളിൽ പോകാൻ സാധിക്കുന്നില്ല. അവിടുത്തെ ഭീകരമായിട്ടുള്ള പാറ ഖനനം കാരണം. എന്തുകൊണ്ട് ആ കുട്ടികളുടെ അംഗൻവാടിയിൽ പോകുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ടെൻഷൻ ഉണ്ടാവുന്നില്ല? പകരം ജസീറയുടെ 3 കുട്ടികളാണോ ടെൻഷൻ? ശ്രീ CR നീലകണ്ഠൻ, വൈയക്തികമായ ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്നും പിറവിയെടുക്കുന്ന സമരങ്ങൾ പിന്നീട് നാടിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതാണ് കൂണംകുളത്തും അതുപോലെ തന്നെ ജസീറയുടെ സമരത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകുന്നില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത്തരമൊരു ദുര്യോഗം ജസീറയുടെ സമരത്തിനും ഉണ്ടായോ കേരളത്തിൽ? അല്ല, തീർച്ചയായിട്ടും ഇതിൽ ഞാൻ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നും ഇതിൽ കാണുന്നില്ല. കാരണം കേരളത്തിലെ പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ ഇടതു വലത് വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടില്ല. തീർച്ചയായും ഇടതുപക്ഷം ഈ സമരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ആണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അവരൊന്നും വരുന്നില്ല. പാരിസ്ഥിതികമായ സമരത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ വളരെ ദുർബലമാണ് എന്ന് നമുക്ക് തോന്നുന്ന സമരങ്ങളാണ് വൻതോതിൽ വിജയിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പ്ലാച്ചിമട സമരം തുടങ്ങുമ്പോൾ മൈലമ്മ ഒറ്റപ്പെട്ടാൽ, മൈലമ്മയുടെ കൂടെ കുറച്ച് ആദിവാസികൾ, മൈലമ്മയുടെ പിന്നിലാരാണ് മുമ്പിലാരാണെന്ന് ചോദിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏതാണ്ട് മൈലമ്മയ്ക്കെതിരാണ്. പക്ഷേ പിന്നെ നമ്മൾ കണ്ടതെന്താ? മൈലമ്മയെ വഴക്ക് പറഞ്ഞ, കൊക്കക്കോള കമ്പനിയെ സഹായിച്ച, മൈലമ്മയ്ക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളൊക്കെ മൈലമ്മ ഇരുന്ന പന്തലിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിൽ മൈലമ്മ ഉന്നയിച്ച മുദ്രാവാക്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടാ. ഇവിടെ ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകൾ പേടിക്കുന്ന എന്താ? ജസീറ ഉന്നയിച്ച ആവശ്യം. ഒരു പക്ഷേ ജസീറ നാളെ സമരത്തിൽ പോയേക്കാം. ഇത് ജസീറയുടെ വിഷയമല്ല,
കേരളം ഈ സമരം ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ സമരം നടത്തിയതിൻ്റെ കാര്യം എന്താ? അവരാ സമരം വിജയിപ്പിക്കുമെന്നുള്ളതല്ല. വിജയൻ മാഷ് പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ച കുട്ടിയെ ചീത്ത പറഞ്ഞിട്ടോ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലോ ചോദ്യം ഇല്ലാതാവില്ല. കുട്ടി പോയാലും ചോദ്യം അവിടെ നിൽക്കുന്നു. നാളെ ജസീർ സമരം പിൻവലിച്ചാലും ഈ ചോദ്യം അവിടെ നിൽക്കുന്നു. ജസീറെ അറസ്റ്റ് ചെയ്തിട്ടാലും ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ജസീറയെ കുറിച്ച് മറുപടി പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ രീതിയാണ്. അപ്പോൾ നേരത്തെ ശ്രീജ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, കലഞ്ഞൂർ പോലെ നിരവധി ഇടങ്ങളിൽ പാവപ്പെട്ട കുട്ടികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു. വിളപ്പിൽ ശാലയിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു. എൻഡോസൾഫാൻ ലംഘിക്കപ്പെടുന്നു. എവിടെ പോയി അബ്ദുള്ള കുട്ടിയും കൂട്ടരും എൻഡോസൾഫാനിൽ? ഞാൻ അബ്ദുള്ള കുട്ടിയുടെ ഒരു വാക്ക് കേട്ടില്ലല്ലോ എൻഡോസൾഫാനിൽ. എന്താ അബ്ദുള്ള കുട്ടി അത് പറയാഞ്ഞത്? അദ്ദേഹം MP ആയിരുന്നല്ലോ കേരളത്തിൽ നടക്കുമ്പോൾ. അപ്പോൾ കുട്ടികളുടെ മനുഷ്യാവകാശമാണെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളുടെ മനുഷ്യാവകാശം കാസർഗോഡ് ലംഘിക്കപ്പെട്ടില്ലേ? അപ്പം മുഖ്യധാര രാഷ്ട്രീയങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പം ഇനി അവിടെ തന്നെ ഇപ്പോൾ ലീലാകുമാരി MLA പോലെ ഒരാൾ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ, അവിടുത്തെ പാവപ്പെട്ട പരിസ്ഥിതി സംഘടനകൾ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇത് എൻഡോസൾഫാൻ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചേരുന്നു. ശോഭാ സുരേന്ദ്രൻ, ഒരു സ്ത്രീ ജസീറ ഉന്നയിച്ച ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. അതിനെ മറച്ചു വെക്കാൻ നിഗൂഢ ശക്തികൾ, തീവ്രവാദ ബന്ധം തുടങ്ങിയ ആരോപണങ്ങളാണ് UDF സർക്കാർ ഉന്നയിക്കുന്നത്. എങ്ങനെ കാണുന്നു ഇത്തരം പ്രസ്താവനകളെ? അല്ല, ഒന്നാമതായിട്ട് UDF ഗവൺമെന്റിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ തീവ്രവാദ ശക്തികൾ പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ ഏത് അധോലോക മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനവും എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ അതല്ലല്ലോ വിഷയം. ശ്രീമതി ജസീറ ഉയർത്തിയിട്ടുള്ള വിഷയം, ആ വിഷയത്തോട് സർക്കാരിന് അനുഭാവപൂർണമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും ഈ മാഫിയക്കെതിരെ സർക്കാരിന് നിലപാട് സ്വീകരിക്കാനും സാധിക്കാത്തത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ പിഞ്ചു കുട്ടികളോടൊപ്പം കിടന്ന ജസീറയ്ക്ക് ഈ കേരളത്തിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ട് ഉന്നയിച്ച വിഷയത്തിന് അനുകൂലമായി ഗവൺമെന്റ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിന്ന് വണ്ടി കയറേണ്ടി വന്നത്. അപ്പോൾ അവർ ഇന്ന് ജന്തർ മന്ദിറിന്റെ മുന്നിൽ നടത്തുന്ന ആ സമരത്തിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം അത് ഈ മണൽ മാഫിയക്കെതിരായിട്ടുള്ള വിഷയമാണ്. അത് കേരളത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. തിരിച്ചു വരാം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ടെലിഫോണിൽ തുടരൂ. ശ്രീമതി ജസീറ, മാടായി കടപ്പുറത്ത് നിന്ന് തുടങ്ങിയ സമരം പിന്നീട് കണ്ണൂരിൽ വ്യാപിപ്പിച്ചപ്പോൾ, അത് കഴിഞ്ഞ് തലസ്ഥാന നഗരിയിലേക്ക് മാറ്റിയപ്പോഴും ജസീറ പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് വലിയ പിന്തുണ കിട്ടിയില്ല. ജനങ്ങളെല്ലാം ഇത് ഒരു സ്ത്രീ നടത്തുന്ന ഒരു എടുത്തുചാട്ടമായി പലപ്പോഴും കണ്ടു എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കുറെ കൂടി വിശാലമായ പിന്തുണ സമരത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. അതേസമയം ജസീറ പറഞ്ഞു ഭരണാധികാരികളിൽ നിന്നുണ്ടായുള്ള ഇടപെടലുകൾ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതായിരുന്നുവെന്ന്. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് ഈ സമരം മാറ്റിയപ്പോൾ ഭരണകൂടത്തിന്റെ ഇടപെടലും രാഷ്ട്രീയ പാർട്ടികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പിന്തുണയുമെല്ലാം ഈ സമരത്തെ അന്തിമമായി അതിന് വിജയത്തിലെത്തിക്കാൻ പോകുന്നതാണോ? ഇപ്പോൾ ഡൽഹിയിലുള്ള സമരത്തെ ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ് ജസീറ ആലോചിക്കുന്നത്? യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സമരം എന്ന് തന്നെ ഞാൻ പേരിട്ടിട്ടില്ല. ഞാൻ കടപ്പുറത്ത് ജനിച്ചു വളർന്ന, നേരെ ജനിച്ചത് തന്നെ കടപ്പുറത്തേക്കാണ്. അന്ന് ആശുപത്രി പോലും ഇല്ലായിരുന്നു. അവിടെ ആ മണലിൽ ഉരുണ്ട് കളിച്ച്, ആ മണലിൽ നിന്ന് ഓടിക്കളിച്ച് ചാടിക്കളിച്ച്, ആ കടൽ തീരത്തിൻ്റെ ശരിക്കുള്ള മണവും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് വളർന്നവളാണ്. കടലിൻ്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കടൽ നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ കടൽ തീരം ഞാൻ അനുഭവിച്ച സുഖം ഇനിയുള്ളവർ അനുഭവിക്കണം, എനിക്ക് മരിക്കോളം അത് വേണം എന്നുള്ള ആ ഒരു നഷ്ടപ്പെടുമ്പോൾ തോന്നുന്ന ആ വേദനയാണ് എനിക്ക്. ഞാൻ അവിടെ പോയിരിക്കുന്നു, ഇവിടെ പോയിരിക്കുന്നു, അപ്പുറത്ത് പോയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഒരു വേദനയാണ്. സമരമൊന്നും ഞാൻ പേരിട്ടിട്ടില്ല, ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ സമരം എന്ന് പറയുന്നത് എന്നോട് ഐക്യദാർഢ്യം പ്രകടിച്ച് വരുന്നവരെ ഇവിടെ ബാനർ വെച്ചതും അവർ ഇതിന് സമരം എന്ന് പേരിട്ടത് മാധ്യമപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരാണ്. എന്നോട് ഐക്യദാർഢ്യം ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭരണാധികാരികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്നാമ്പുറ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നോ, ദൂതന്മാർ വഴിയോ മറ്റോ? അതിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇതല്ല അവർ പറഞ്ഞത്. അവരെ ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പല അപവാദങ്ങളും പറഞ്ഞു. ആദ്യം പറഞ്ഞു അവർക്ക് പ്രാന്താണെന്ന്, പിന്നെ കുട്ടികളെ നോക്കുന്നില്ലെന്ന് പറഞ്ഞു, സാമ്പത്തിക തട്ടിപ്പാണെന്ന് പറഞ്ഞു. അവർ പറയാത്ത കാര്യങ്ങൾ എന്താ ഉള്ളത് പലതും പറഞ്ഞിട്ടും ചള്ളിലേങ്കാരെ കൊണ്ട് പിടിപ്പിച്ച് 3 ദിവസം അവിടെ ഒരു കേസ് പോലും എടുക്കാതെ അറസ്റ്റ് ചെയ്തു. ലാസ്റ്റ് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ജയിലിലാണ് പോകേണ്ടത്.
അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ജയിലിൽ കൊണ്ടിടും. അയ്യോ അറസ്റ്റ് ചെയ്യാൻ മാത്രം നീ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ 3 ദിവസം ഇവിടുത്തെ? അതിന് മറുപടിയില്ല. പാവപ്പെട്ടവർക്ക് ചെയ്തതിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങൾ, ഇത്തരം വേദന എന്ത് ചെയ്യണം? ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിലേക്ക് വരുന്നത് തലേ ദിവസം പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വണ്ടി കയറി. ഭാഷ എന്ത്, പിന്നെ നാടേത്, എൻ്റെ ഡൽഹിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മാനഭംഗം ഇതാണ് എനിക്ക് മനസ്സിൽ വന്നത്, എൻ്റെ 2 മക്കളായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, തിരിച്ചു പോകാൻ യാതൊരു വഴിയില്ല. അവിടെ നിൽക്കാൻ എനിക്കതും പറ്റുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാതെ എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി കയറിയത്, അതും ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയത്. എൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ 2 ദിവസവും 3 രാത്രിയും എന്നെ കഴിച്ചുകൂട്ടാൻ ഏതെങ്കിലും ഒരു മനസാക്ഷിയുള്ളവർ എന്നെ ഇത് ചെയ്യോ? നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖാന്തരം മാധ്യമങ്ങൾ വഴിയും കണ്ടതാണ്. ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. ഐഡന്റിറ്റി കാർഡും തികഞ്ഞ പൈസ ഇല്ലാത്തതിനാൽ ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ 3 ദിവസം യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയത്. പറയൂ, ഏതെങ്കിലും ഒരു ശക്തി പുറകിലുണ്ടെങ്കിൽ എന്നെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ അയക്കോ? ഇത്രയും ദൂരസ്ഥലത്ത്. ജസീറ തിരികെ എത്താം. ശ്രീജ, ഇവിടെ ജസീറ വളരെ അരക്ഷിതയായാണ് ഡൽഹിയിൽ സമരം നയിക്കുന്നത്. ഈ അരക്ഷിതാവസ്ഥ ഒരു പക്ഷേ കേന്ദ്രമന്ത്രി ജയറാം രമേശിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് ബോധ്യപ്പെടാനുള്ള ഒരു കാരണം, ഇന്ത്യ രാജ്യത്ത് ഒരു തീരദേശ സംരക്ഷണ നിയമം നിലവിലുണ്ട്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം അത് നടപ്പിലാക്കുന്നതിൽ ചില അനാസ്ഥകൾ കാണിക്കുന്നുണ്ട് എന്ന കാര്യം ഈ സമരത്തിലൂടെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. തീരദേശ സംരക്ഷണ നിയമം, പുഴ സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എത്രമാത്രം ജാഗരൂകരാണ്? ഒട്ടും ജാഗരൂകമല്ല, തികച്ചും പരാജയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമങ്ങൾ യഥോചിതം ഇത് പാലിക്കപ്പെടുകയാണെങ്കിൽ ജസീറയ്ക്ക് ഡൽഹി വരെ എത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് ഇവിടെ പാലിച്ചിരുന്നുവെങ്കിൽ ജസീറയ്ക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെ വരേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. ജസീറയ്ക്ക് ഇന്ന് സുഖമായിട്ട് ജസീറയുടെ കടൽ തീരവും ആസ്വദിച്ചുകൊണ്ട് ജസീറയുടെ വീട്ടിൽ കഴിയാമായിരുന്നു. പക്ഷേ ഈ നിയമങ്ങളെല്ലാം ഇനി ഒരു ഘട്ടത്തിൽ അത് ഭയമാണ്. അടൂർ പ്രകാശിന് അടക്കമുള്ളവർക്ക് ഭയമാണ്, അബ്ദുള്ളക്കുട്ടി MLA അടക്കമുള്ളവർക്ക് ഭയമാണ്. ഇതെങ്ങാനും പാലിക്കപ്പെട്ടു പോയാൽ എന്ന് വെച്ചാൽ സ്വകാര്യ കുത്തക കമ്പനികൾക്ക്, നമുക്കറിയാമല്ലോ ആലപ്പുഴയും കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കരിമണൽ ഖനനം ഇഷ്ടം പോലെ ഊറ്റിക്കൊണ്ട് പോവുകയാണ്. ഇതിനൊക്കെ കൊള്ള സംഘങ്ങൾക്ക് ഈ വാതായനങ്ങൾ, കേരളത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. സംരക്ഷിക്കപ്പെടാനുള്ളതെല്ലാം പഴുതുകളെല്ലാം അടച്ചു വച്ചിരിക്കുന്നു. ഇവർ നിരന്തരം, അതുകൊണ്ടാണ് ജസീറ സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സമരങ്ങൾ വരുമ്പോൾ, ജനകീയ സമരങ്ങൾ വരുമ്പോഴൊക്കെയും ഇവർക്ക് ഭ്രാന്താണ്, ഇവൾ സ്വഭാവ ശുദ്ധി ഇല്ലാത്തവളാണ്, അല്ലെങ്കിൽ ഇവൾ മാനസിക രോഗിയാണ്, ഇവൾ തീവ്രവാദിയാണ്, ഇവൾക്ക് ഇതിനെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഗൂഢശക്തികളുടെ പിന്തുണയോടെ തിരിച്ചു വരാം. ഗൂഢശക്തികളുടെ പിന്തുണയോടെ എന്ന് മന്ത്രി അടൂർ പ്രകാശ് ആരോപിച്ച ജസീറയുടെ തലസ്ഥാനത്തെ സമരത്തിന് പിന്തുണയുമായി എത്തിയവർ നിരവധിയാണ്. കേന്ദ്രമന്ത്രി ജയറാം രമേശ്, ആനി രാജ, ഡി രാജ എന്നീ പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് ഏതോ ഒരു പാവം സ്ത്രീ അല്ലെങ്കിൽ ഒരു ഗ്രാമീണ സ്ത്രീ വന്നിരിക്കുന്നു, അവരുടെ ആവശ്യം, അവരുയർത്തിയ ഒരു ആവശ്യം എന്തിനു നമ്മൾ മൈൻഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഒരു കടുത്ത വാക്കിൽ പറഞ്ഞാൽ ഒരു ധിക്കാരപരമായ ഒരു മനോഭാവം കേരള ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. Ultimately, the control of illegal sand mining is the responsibility of the state government, and I'm sure that the Minister for Environment and Forests will also look into it. But since she came to meet me, the maximum I could do is to bring this to the notice of the Chief Minister, which I have promised that I will do in the next 1 hour. She fought in Thiruvananthapuram in Kerala. The state government did not act on the plea she made, even though the Chief Minister made some assurance. It is high time that the Chief Minister himself intervenes, because many mafia-like big people are involved, political leaders are involved. Unless and until the Chief Minister himself takes some drastic step, nothing will... Right, Shobha Surendran, താങ്കളുടെ പാർട്ടി ഡൽഹിയിൽ ജസീറ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? ശ്രീമതി ജസീറ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള രീതിയിൽ അവരുടെ അവർ ഉന്നയിച്ച വിഷയം, ആ വിഷയവുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ആ സമരപന്തലിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ടെലിഫോണിൽ തടസ്സങ്ങളുണ്ട്, ക്ഷമിക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ.